കർത്താവിൻ്റെ രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അളവില്ലാതെ വണ്ണം സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും നിങ്ങളുടെ എല്ലാവിധമായ ആവശ്യങ്ങളും ആത്മീയമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ കർത്താവിൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് തീർത്തു തരികയും ചെയ്യുമാറാകട്ടെ എന്ന് നിർവ്യാജമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വളരെ വിസ്തൃതമായി കിടക്കുന്ന ആത്മീയ വിഷയത്തെയാണ് നാം പഠിക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി പ്രവചനം വരെയുള്ള 39 ഗ്രന്ഥങ്ങളിൽ കാണുന്ന നിഴലായ വിഷയങ്ങളും മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ കാണുന്ന പുതിയ നിയമത്തിലെ പൊരുളും താരതമ്യം ചെയ്ത് പഠിക്കുന്നു. ആ കൂട്ടത്തിൽ എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് വിശുദ്ധ പത്രോസ് പരദേശികളെ പാർക്കുന്ന വിശുദ്ധന്മാർക്ക് തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയത്. പഴയ നിയമ പ്രമാണങ്ങൾ മുഴുവനും യഹൂദന്മാർക്കും വിശേഷാൽ അവരുടെ നടുവിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച ലേവി ഗോത്രക്കാരെയും കുറിച്ച് എഴുതുമ്പോൾ അന്യജാതിക്കാരും യഹോവയുടെ സന്നിധിയിൽ വരരുത്, ലേവി ഗോത്രത്തിൽപ്പെടാത്ത ആരും സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കരുത്, ഇങ്ങനെയുള്ള ധാരാളം അരുത് കൽപ്പനകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ട് ക്രൂശുമരണത്തിൽ കൂടി ആ വേർപാടിനെ നടിച്ചുവരനെ എന്നേക്കുമായി ഇടിച്ചുടച്ച് തൻ്റെ ശരീരം എന്ന തിരശ്ശീല, ദേഹം എന്ന തിരശ്ശീല കീറി പുറത്തിരുന്നവരെ അകത്ത് കൊണ്ടുവന്ന് രാജകീയ പുരോഹിതവർഗവും സ്വന്തം ജനവും വിശുദ്ധ ജനവുമാക്കി എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് നാം പഠിക്കുന്നത്. ആ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ നിഴലിൻ്റെ വിഷയങ്ങൾ കൂടെ ഗ്രഹിക്കണം. അതാണ് ഈ രാജകീയ പുരോഹിതവർഗ ശുശ്രൂഷയിൽ നാം പ്രധാനമായി ചെയ്യുന്നത്. അതിൽ ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കാണുന്ന യഹൂദന്മാർക്ക്, ലേവി ഗോത്രക്കാർക്ക് ആചരിപ്പാൻ കൊടുത്ത ഉത്സവങ്ങൾ, അവർക്ക് ആചരിപ്പാൻ കൊടുത്ത യാഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിച്ചു വന്ന കൂട്ടത്തിൽ പാപയാഗത്തെക്കുറിച്ചും നാം പഠിച്ചു. പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ മരണത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ദൈവമക്കൾക്ക് പാപമല്ലാത്ത ജീവിതവും തമ്മിലുള്ള ഉപദേശമാണ് കഴിഞ്ഞ വിഷയത്തിൽ നാം വിചിന്തനം ചെയ്തത്. അതിൽ 20 കൂട്ടം കാര്യങ്ങൾ നാം പഠിച്ചു. അതിൽ തുടർന്നാണ് നാം ഇന്നും ദൈവവചനത്തിൽ ധ്യാനിക്കുവാൻ പോകുന്നത്. 20-ാമത്തെ വിഷയം, പാപത്തിൻ്റെ ദാസന്മാരായി വിൽക്കപ്പെട്ടവർ ആയിരുന്നു നമ്മൾ. എന്നാൽ ഇനിയും പാപസംബന്ധമായി മരിച്ചവർ പാപത്തിൽ അതിൻ്റെ ദാസന്മാരായി വിൽക്കപ്പെടരുത് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 21-ാമത്തെ വിഷയം, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം പോരാടണം എന്ന് പറഞ്ഞാൽ അതിനോട് പോരാടി ജയിക്കണം, അഥവാ തോൽക്കരുത് എന്നാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. 22-ാമത്തെ കാര്യം, ആർക്കും മുഖപക്ഷം കാണിച്ച് പാപം ചെയ്യരുത്. മുഖപക്ഷം കാണിച്ചാൽ അത് പാപമാണ്. പാപത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്കുള്ള ഉപദേശമാണ് നാം പഠിക്കുന്നത്. യാക്കോബ് അപ്പസ്തലൻ 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. യാക്കോബ് അപ്പസ്തലൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 12 ശിഷ്യന്മാരിൽപ്പെട്ട യാക്കോബല്ല, കർത്താവിൻ്റെ അമ്മ യോസേപ്പിൽ കൂടെ പ്രസവിച്ച തൻ്റെ അർത്ഥ സഹോദരന്മാരുടെ കൂട്ടത്തിൽ യാക്കോബ്, യോസേ, യൂദ, ശിമയോൻ, മറ്റ് സഹോദരിമാരുണ്ട്. അവരുടെ എണ്ണം എത്രയാണെന്ന് അറിയത്തില്ല, പേരുകളും എഴുതിയിട്ടില്ല. ആ യാക്കോബ് എഴുതിയ ലേഖനം 2:9. 23-ാമത്തെ കാര്യം, പാപക്ഷമ പ്രാപിച്ചവർ പാപം ഇല്ലാത്തവർ എന്ന സ്വയം നീതീകരിച്ച് വഞ്ചിക്കപ്പെടരുത്, സ്വയം വഞ്ചിക്കപ്പെടരുത് എന്ന് യോഹന്നാൻ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. 24-ാമത് ഒരു ദൈവപൈതൽ പാപത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ടത്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ പാപക്ഷമ പ്രാപിച്ച് ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും ആ പാപത്തിൻ്റെ മാലിന്യത്തിൽ
പാപത്തിൽ കുടുങ്ങി തോറ്റുപോയാൽ അങ്ങനെയുള്ളവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായി പോകുമെന്നും തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, വിശുദ്ധിയുടെ ഉപദേശത്തെ നീതിയുടെ ഉപദേശത്തെ അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. അങ്ങനെയുള്ളവർ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്നും കുളിച്ചിട്ട് ചളിയിൽ ഉരുളുവാൻ തിരിയുന്ന പന്നിക്കും തുല്യരായിട്ടാണ് പത്രോസ് അവരെ ഉപമിച്ചിരിക്കുന്നത്. 2 ലേഖനം 2 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 25 അവസാനത്തെ കാര്യം, സത്യത്തിൻ്റെ പരിജ്ഞാനത്താൽ പാപക്ഷമയും വീണ്ടെടുപ്പും നീതീകരണവും പ്രാപിച്ചവർ. അപ്പോൾ പാപത്തിൻ്റെ ക്ഷമ മൂലം പ്രാപിച്ച വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് ശ്രദ്ധിക്കണം. പാപക്ഷമ പ്രാപിച്ചു, വീണ്ടെടുപ്പ് പ്രാപിച്ചു, നീതീകരണം പ്രാപിച്ചു. അങ്ങനെ ഈ 3 അനുഗ്രഹീത വിഷയങ്ങൾ പ്രാപിച്ചവർ വീണ്ടും മനഃപൂർവ്വം പാപം ചെയ്താൽ, എന്ന് പറഞ്ഞാൽ പാപക്ഷമ പ്രാപിച്ചവർ പാപം ചെയ്താൽ, വീണ്ടെടുക്കപ്പെട്ടവരുടെ പ്രവൃത്തികൾക്ക് എതിരായി എന്തെങ്കിലും ചെയ്താൽ, നീതീകരണം പ്രാപിച്ചവർ നീതീകരണത്തിന് വിരോധമായി എന്തെങ്കിലുമൊക്കെ പാപം ചെയ്താൽ അവർക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ലേവ്യ പുസ്തകം 7 അധ്യായം 37 വാക്യത്തിൽ കാണുന്ന ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, സമാധാനയാഗം, കരപൂരണയാഗം എന്നിവ വീണ്ടും ശേഷിക്കാതെ ന്യായവിധിക്കായി, ന്യായവിധി എന്നുള്ളിടത്ത് അവിടെ എഴുതിയിരിക്കുന്നത് കറ്റാഗിനോസ്കോ എന്ന പദമാണ്, ശിക്ഷാവിധി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ശിക്ഷാവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ എന്ന ദൈവവചന സത്യം മറന്നു പോകരുത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 26 27 വാക്യങ്ങൾ. ചുരുക്കത്തിൽ അപ്പസ്തലന്മാരെല്ലാവരും കർത്താവ് പഠിപ്പിച്ച പഠനത്തെയും പഠിപ്പിക്കലിനെയും അടിസ്ഥാനമാക്കി ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിത്യ ഉപദേശമാണ് ഇത്. ഇവയത്രേ പാപയാഗത്തെ സംബന്ധിച്ചുള്ള പഴയ നിയമ ലേവ്യ പൗരോഹിത്യ നിയമവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ നിയമവും തമ്മിൽ ഉള്ള സാരാംശം. ഇതുവരെ നാം 4 യാഗങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനിയും 5ാമത്തെ വിഷയത്തിലേക്ക് കയറാം. അകൃത്യയാഗം, ട്രസ്പാസ് ഓഫറിംഗ് എന്നാണ് അകൃത്യയാഗത്തിനുള്ള ഇംഗ്ലീഷ് പദം. അതിന് ലേവ്യ ഭാഷയിൽ ആഷാൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഗിൽറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലേവ്യ പുസ്തകം 7 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് അതിനാധാരമായ ഉപദേശവും അതിനോട് ചേർന്നുള്ള സകല വിഷയങ്ങളും എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവമുൻപാകെ നടത്തി വന്നിരുന്ന യാഗങ്ങളിൽ 5ാമത്തെ യാഗമാണ് അകൃത്യയാഗം. ഈ യാഗം സംബന്ധിച്ച് വിചിന്തനം ചെയ്യുന്നതിന് മുൻപ് ഈ പദത്തിൻ്റെ, അതായത് ഈ അകൃത്യം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താകുന്നു എന്ന് അല്പമായി ആരായേണ്ടതുണ്ട്. പച്ച മലയാളത്തിൽ അ എന്ന സ്വരത്തിൽ ആരംഭിക്കുന്ന ഭൂരിഭാഗം പദങ്ങൾക്കും എതിർ അർത്ഥമാണല്ലോ അങ്കുരിക്കുന്നത്. എങ്കിൽ അകൃത്യം എന്ന വാക്കിന് അരുതാത്ത കൃത്യം, വിലക്കപ്പെട്ട കൃത്യം, നിഷിദ്ധമായ കൃത്യം എന്നൊക്കെയാണ് അർത്ഥം ഉദിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ അകൃത്യയാഗത്തിന് ട്രസ്പാസ് ഓഫറിംഗ് എന്ന് പറയുന്നു. ട്രസ്പാസ് എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിഘണ്ടുവിലുള്ള അർത്ഥം എന്താണെന്ന് കാണുക. അനുവാദം കൂടാതെ പ്രവേശിക്കുക, അതിരി കടക്കുക, അതിർത്തി ലംഘിക്കുക, അതിക്രമിച്ച് കടക്കുക എന്നിത്യാദി അത്രേ. സാധാരണ രഹസ്യ വിഷയങ്ങൾ സൂക്ഷിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക കേന്ദ്രങ്ങളിലോ കാര്യാദികളിലോ അതുപോലെ റിസർച്ച് സെൻറ്ററിലോ ആർക്കും അകത്ത് വഴി ഇഷ്ടം പോലെ പോകുവാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രഹസ്യ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആ കോമ്പൗണ്ടിൻ്റെ അടുത്തുകൂടെ പോലും പോകുവാൻ അനുവാദമില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രസ്പാസ് ഏരിയ, പ്രൊഹിബിറ്റഡ് ഏരിയ, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അതുതന്നെ അവർ പറയുന്ന അതിർത്തിക്ക് അപ്പുറത്തേക്ക് അനുവാദം കൂടാതെ അതിർ കടക്കുക, അതിർത്തി ലംഘിക്കുക, അതിക്രമിച്ച് കടക്കുക എന്നൊക്കെ ചെയ്താൽ അവരെ ട്രസ്പാസിന് കുറ്റക്കാരായി
ആ ട്രസ്പാസ് ചെയ്ത വ്യക്തിയെ ട്രസ്പാസർ അഥവാ അതിക്രമക്കാരൻ എന്നോ അതിക്രമിച്ച് കിടക്കുന്ന വ്യക്തി എന്നോ പറയുന്നുവല്ലോ. സാരാംശത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ അനുസരിക്കാതെ ദൈവം അനുവദിച്ചിരിക്കുന്ന അതിർത്തികൾ ലംഘിക്കുന്ന വ്യക്തികൾ ഏതിലൊക്കെ അനുസരണക്കേടോ ലംഘനമോ അകൃത്യമോ ചെയ്യുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുകയോ വേറൊരുവൻ ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ആ അകൃത്യത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ദൈവം മുൻപാകെ അർപ്പിക്കുന്ന യാഗമാകുന്നു അകൃത്യയാഗം. വിഷയം ഗ്രഹിച്ചു എന്ന് ബോധ്യം ഉണ്ട്. അടുത്തത് എബ്രായ പദത്തിൽ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഗിൽറ്റ് ഓഫറിംഗ് അഥവാ ട്രസ്പാസ് ഓഫറിംഗ് അല്ലെങ്കിൽ യവന ഭാഷയിലെ ആഷാൻ എന്ന പദത്തിൻ്റെ യവന അർത്ഥവും ഇംഗ്ലീഷ് ഭാഷയിലെ അർത്ഥവുമാണ് നാം ഇതുവരെ ചിന്തിച്ചത്. അടുത്തത് എബ്രായ പദത്തിൽ അകൃത്യയാഗം എന്താകുന്നുവെന്നും എന്തിനാകുന്നുവെന്നും ഗ്രഹിക്കേണ്ടതിന് ലേവ്യ യാഗങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന എബ്രായ ഭാഷയുള്ള പദവും അതിൻ്റെ അർത്ഥവും നോക്കാം. എബ്രായ ഭാഷയിൽ അകൃത്യം അഥവാ ട്രസ്പാസ് എന്ന പദത്തിന് ഉപയോഗിക്കുന്ന വാക്ക് മആൽ എന്നാണ്. മആൽ എന്നത്രേ. ഈ പദത്തിന് അതിക്രമിച്ച് അതിർ കടന്നു കയറുക, അവിശ്വസ്തമായ കാര്യങ്ങൾ ചെയ്യുക, നിഷിദ്ധമായ കാര്യങ്ങൾ കാണുക, അരുതാത്ത പ്രവൃത്തികൾ ചെയ്യുക. ടു ട്രസ്പാസ് ഓർ ആക്ട് ഓഫ് അൺഫെയ്ത്ത്ഫുൾനെസ്, അവിശ്വസ്തത കാണിക്കുക എന്നൊക്കെയാകുന്നു ഈ പദത്തിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന്, ഇസ്രായേൽ മക്കൾ ശപഥാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ട്രസ്പാസ് അഥവാ മആൽ ചെയ്തുവെന്ന് കാണുകയോ അവർ മൊത്തമല്ല അവരിൽ ഒരുവൻ നേരത്തെ കേട്ടതും അറിഞ്ഞതുമായ വസ്തുത ചെയ്യരുത് എന്ന് ഗ്രഹിച്ചതും ചെയ്യണമെന്നും അറിഞ്ഞതുമായ വസ്തു അഥവാ കൽപ്പനലംഘനം സംബന്ധിച്ച് അകൃത്യം ചെയ്യുകയോ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 18-19, 7-ാം അധ്യായം 11-ാമത്തെ വാക്യം ശപഥാർപ്പിത വസ്തുക്കളെ സംബന്ധിച്ചുള്ള നിയമം കേൾക്കുകയും ലേവ്യ പുസ്തകം 27-ന്റെ 28-29, ആവർത്തന പുസ്തകം 7-23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളും 13-ാമത്തെ അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും. വേറൊരു ഭാഷയിൽ ഇസ്രായേൽ മക്കൾ യഹോവയാം ദൈവം കൽപ്പിച്ച വിലക്ക് അവർ ലംഘിച്ചു. ഇംഗ്ലീഷിൽ ഇസ്രായേൽ ഡിഫൈൽഡ് ദി ബാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം അവർ ചെയ്തു എന്നാണ് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അത് യെരിഹോ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് 7 ദിവസം 13 തവണ ചുറ്റുന്നതിന് മുൻപ് വളരെ കർക്കശമായി യോശുവ അവരോട് ദൈവാലോചന പറഞ്ഞതാണ്. ഈ പട്ടണത്തെ പിടിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന യാതൊരു വസ്തുവും നിങ്ങൾക്കുള്ളതല്ല, അത് ശപഥാർപ്പിതമായി അതിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കണം. അകൃത്യം എന്ന അർത്ഥം ഉദിക്കുന്ന അതിക്രമം എന്ന പദം ന്യായപ്രമാണ ഗ്രന്ഥങ്ങളിൽ ആദ്യമായി കാണുന്ന ഭാഗത്ത് ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ, ശ്രദ്ധിക്കണം ആ പദം, അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചുവെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് അഥവാ മാൽ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി ആഷാൽ യഹോവയ്ക്ക് കൊണ്ടുവരണം. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 14-15. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യവാചകം കേൾക്കുകയും അവ അറിയിക്കുകയും കേട്ടതും ചെയ്തത് അറിയിക്കാതിരുന്നാൽ, അപ്പോൾ കേട്ട വിഷയത്തിന് അതിക്രമം കാണിച്ചാലോ എന്താണ് ശിക്ഷ? ഇത് അബദ്ധവശാൽ സംഭവിക്കുന്ന അകൃത്യത്തിനുള്ള പരിഹാരമാർഗമത്രേ. എന്നാൽ ആഖാൻ ചെയ്ത അതിക്രമം അബദ്ധവശാൽ സംഭവിച്ചതല്ല, പ്രത്യുത മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത അകൃത്യം ആയിരുന്നു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 18-ഉം 7-ാം അധ്യായം 15-ഉം 21-ഉം വാക്യങ്ങൾ. എബ്രായ ഭാഷയിൽ അകൃത്യം എന്ന പദത്തിന് അർത്ഥം ഗ്രഹിച്ചു കാണുമെന്ന് ഇതിനാൽ കരുതിക്കൊള്ളുന്നു. ഇനിയും കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇനി കാണുന്ന വേദപുസ്തക വചനഭാഗങ്ങൾ വായിച്ചു നോക്കണം. ലേവ്യ പുസ്തകം 6-ാം അധ്യായം 2, 26-ാം അധ്യായം 40-41, ആവർത്തന പുസ്തകം 32-ാം അധ്യായം
51 ചില നിമിഷങ്ങൾ ഈ വേദഭാഗങ്ങൾ കുറിച്ചെടുത്ത് വായിച്ചാൽ മതിയാകും. ഗ്രീക്ക് ഭാഷയിൽ പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഭാഷയാണല്ലോ. അകൃത്യം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഗ്രഹിപ്പാൻ ശ്രമിക്കാം. ഗ്രീക്ക് ഭാഷയിൽ അകൃത്യം എന്ന വാക്കിന് പാരാപ്റ്റോമ, PARAPTOMA, പാരാപ്റ്റോമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വാക്കിന് പൊയ്ച്ചുവട് എന്ന് പറഞ്ഞാൽ ഫോൾസ് സ്റ്റെപ്പ്, അരുതാത്ത ചുവടുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ പാരാപ്റ്റോമ എന്ന വാക്കിന് പ്രമാദം പറ്റുക, അബദ്ധം എഴുന്നള്ളിക്കുക, കാല് തെറ്റുക എന്നും അർത്ഥമുണ്ട്. വിശുദ്ധ പൗലോസ് ഈ പദത്തിന് പിന്മാറിപ്പോയാൽ, ടു ഫോൾ അവേ എന്നും അർത്ഥമാക്കുന്ന പദം കൊടുത്തിട്ടുണ്ട്. എബ്രായർ എഴുതിയ ലേഖനം 6 സത്യം വിട്ട് പിഴച്ചു പോകുക എന്നർത്ഥമാകുന്നു ദൈവപുത്രൻ പാരാപ്റ്റോമ അഥവാ അകൃത്യം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 6 14, 15, 18 35, മർക്കോസ് എഴുതിയ സുവിശേഷം 11 25, 26 വാക്യങ്ങൾ. നമുക്ക് ദൈവം അനുവദിച്ചു തന്നിരിക്കുന്ന ക്രമീകൃതവും ന്യായയുക്തവും വ്യവസ്ഥാപിതവുമായ നിയമം അതിന് വിപരീതമായി ചെയ്തു വരുന്ന സകല പ്രവൃത്തികളും അതിക്രമം അഥവാ പാരാപ്റ്റോമ ആകുന്നു. പരിഹാരം വരുത്തുവാൻ നമ്മുടെ കർത്താവ് ഒറ്റത്തവണ തീർപ്പാക്കൽ സമ്പ്രദായത്തിൽ അകൃത്യയാഗമായി തീരുകയും ഏത് യാഗവസ്തുവും യാഗപീഠത്തിന്മേൽ ഭസ്മമായി, ധൂസ്യ എന്ന പദമാണല്ലോ ഭസ്മം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത്. ദൈവപുത്രൻ എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, പാരാപ്റ്റോമ നിമിത്തം യാഗത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ശേഷം നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. റോമർക്ക് എഴുതിയ ലേഖനം 4 24 വാക്യം. ഒരതിക്രമത്തിന് ഒരു യാഗമൃഗം ഒരിക്കലായി അർപ്പിക്കപ്പെടുന്നത് പോലെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല അതിക്രമങ്ങൾക്കും ഒരേ ഒരു യാഗവസ്തു യേശുക്രിസ്തു ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ഇനിയും ഒരു അതിക്രമത്തിന് അടുത്ത ഒരു യാഗമൃഗം ആവശ്യമില്ല, യാഗവും ആവശ്യമില്ല. അതുപോലെ നമ്മൾക്ക് ക്ഷമിക്കപ്പെട്ട സകല പാപത്തിൻ്റെയും അകൃത്യയാഗം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ വഹിച്ചു തീർത്തതിനാൽ ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആകയാൽ പാപക്ഷമ പ്രാപിച്ച ദൈവമക്കൾ ആരായാലും പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിക്കണം. ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ വിസ്തൃതമായി 25 കൂട്ടം കാര്യങ്ങൾ, പാപവും വിശ്വാസിയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ നമ്മളുടെ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതുകൊണ്ട് പാപം ചെയ്യാതെ നീതി മാത്രം ചെയ്ത് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ എല്ലാവരെയും ദൈവം അളവില്ലാതെ വണ്ണം അനുഗ്രഹിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അകൃത്യയാഗമായി തീർന്ന് ഞങ്ങളുടെ അതിക്രമങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ദൈവമക്കളും രാജകീയ പുരോഹിതവർഗവും ആക്കിയതിനാൽ നന്ദി. പുരോഹിതൻ പിഴച്ചുപോയാൽ അയ്യോ, ആ പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ കീഴിലുള്ള സകല വ്യക്തികൾക്കും അത് ബാധകമാകുമല്ലോ. ഞങ്ങൾ ശുശ്രൂഷകന്മാരാകുന്നവർ പിഴച്ചു പോകാതെ വിശ്വസ്തയോടെ ജീവിച്ച് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൃപയിൽ സൂക്ഷിച്ച് വിശ്വാസികളെ സത്യസന്ധതയിൽ നടത്തുവാൻ ആവശ്യമാർന്ന കൃപയും അഭിഷേകവും അടിയങ്ങൾക്ക് തന്നുകൊള്ളണമേ. അതിനുവേണ്ടി അടിയങ്ങളെ തിരുസന്നിധിയിൽ താഴ്ത്തി പുത്രൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.